വീത്തിയെടുത്തിട്ട് നല്ലൊരു പണി കിട്ടിയെന്ന് തന്നെ പറയാം. ഏകദേശം 1 lakh അബോവ് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് തുടങ്ങാന്നുള്ള രീതിയിൽ സെക്കൻഡ് സെയിലിനായിട്ട് എടുത്തൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി സെയിലായി പോകാത്തതിൻ്റെ കാരണത്തെ തേടി ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് സെയിലിൽ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ കാണിച്ചാൽ ആ വണ്ടി സെയിലായി പോകത്തുള്ളൂ. അപ്പോൾ വണ്ടി സെയിൽ ചെയ്യാനായിട്ട് അവർ 3 കാര്യങ്ങളാണ് ചെയ്യാറ്. അതായത് ഏറ്റവും വില കുറഞ്ഞ പെയിൻറ്റ് വാങ്ങിച്ചടിക്കും. വണ്ടി കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും, ഏകദേശം 2 മാസം കഴിയുമ്പോൾ ആ പെയിൻ്റ് അങ്ങ് ഫെയ്ഡായി പോകും. പിന്നെ രണ്ടാമത്തെ കള്ളത്തരം, അതാണ് മെയിൻ കള്ളത്തരം. അതായത് വണ്ടി അധികം ഓടിയിട്ടില്ല എന്ന് കാണിക്കാൻ 40,000-60,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഏകദേശം അത് 10,000-20,000 കിലോമീറ്റർ റിവേഴ്സ് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നൊരു ഓപ്ഷനാണ് പിന്നീടുള്ളൊരു ഓപ്ഷൻ. കിലോമീറ്റർ റിവേഴ്സ് ചെയ്യാന്നുള്ളത് അതൊരു ഇല്ലീഗലായിട്ടുള്ളൊരു ആക്ടിവിറ്റിയും കൂടിയാണ്. മൂന്നാമത്തെ കള്ളത്തരം, വണ്ടിയിലെ കംപ്ലൈൻസ് ഒക്കെ ഏകദേശം 2 മാസം ഒതുങ്ങുന്ന രീതിയിൽ അത് ശരിയാക്കി വെക്കും. അതിനുശേഷം കസ്റ്റമേഴ്സ് അവർ ലോണിനെടുത്ത വണ്ടി വീണ്ടും വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ സമയമേ ഉണ്ടാവില്ല. അപ്പോൾ ഈ വണ്ടി ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 0 കംപ്ലൈൻസ് എന്നൊരു കോൺസെപ്റ്റിലാണ്. 0 കംപ്ലൈൻസ് മാത്രമല്ല, 3 month എൻജിൻ വാറണ്ടി പ്ലസ് 1 month ചെക്കിൻ വാറണ്ടിയും ഈ വണ്ടിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. വണ്ടി വേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റിൽ ജസ്റ്റ് വിളിക്കുക. നെഗോഷ്യബിൾ പ്രൈസിന് തന്നെ നമ്മൾ ഈ വണ്ടി സെയിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വണ്ടിയുടെ എല്ലാ ഫുൾ സപ്പോർട്ടും നമുക്ക് ഗ്യാരേജ് ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ടാവും. സർവീസ് കാര്യങ്ങൾ, വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്.